കഴിഞ്ഞ 37 വർഷമായി മുടങ്ങാതെ നോമ്പെടുക്കുകയാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശി വെസ്റ്റേൺ പ്രഭാകരൻ. സ്വന്തം വീട്ടിൽ ഇഫ്താർ സംഗമവും സംഘടിപ്പിക്കാറുണ്ട് പ്രഭാകരൻ. പാണക്കാട് മുനവറിലെ തങ്ങൾ ലാൽ ജോസ് ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് പേരാണ് പ്രഭാകരന്റെ വീട്ടിലെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്. പ്രഭാകരന്റെ പോന്നത്ത് കൊട്ടേരി വീട്ടിൽ നിലവിളക്ക് തെളിഞ്ഞപ്പോൾ മുറ്റം നിറയെ നോമ്പ് തുറക്കാനുള്ള ആളുകളായിരുന്നു. നോമ്പ് തുറക്ക് പിന്നാലെ നമസ്കരിക്കാൻ പ്രഭാകരന്റെ വീട്ടിൽ മുസല്ല വിരിച്ചു. പാണക്കാട് മുനവറിൽ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമസ്കാരവും നടന്നു. വിശ്വാസങ്ങളും മതങ്ങളും അതൊക്കെ പലരും പല രീതിയിലും വളച്ചൊടക്കുവാനും അതിലൂടെ അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് പലരും പല നേട്ടങ്ങൾ കഴിയാനൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും നല്ല സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമെന്നും ആ സൗഹൃദാന്തരീക്ഷം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഒരു ഊർജ്ജം നൽകുകയും നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ സമൂഹത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയും നമുക്ക് ഒരുങ്ങി നിൽക്കാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ 37 വർഷമായി നോമ്പെടുക്കുന്ന പ്രഭാകരന്റെ വീട്ടിലെ ഇഫ്താർ സംഗമം സ്നേഹബന്ധത്തിന്റെ വേദിയായി മാറി. അനുമതി ഒരു മാസമാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിലും വരുന്ന 11 മാസക്കാലവും ശേഷിക്കുന്ന 11 മാസക്കാലവും അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഞാൻ അനുഭവിക്കുന്ന ആളാണ്, ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഇപ്പോൾ ഞാൻ പല അസുഖങ്ങളുള്ള ആളാണ്, കാർഡിയാക് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. പക്ഷേ ഈ ഒരു മാസം മരുന്നൊക്കെ വളരെ മിതമായ രീതിയിലേ കഴിക്കാറുള്ളൂ എങ്കിൽ പോലും ഇതിൻ്റെ ചിട്ട കൊണ്ടായിരിക്കാം എനിക്കിത് വല്ലാത്തൊരു അനുഭൂതിയും സുഖവുമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. 1988 പ്രഭാകരൻ ആദ്യമായി നോമ്പെടുക്കുന്നത്. ഒരു വർഷം ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ഏതാനും നോമ്പുകൾ ഒഴിവാക്കിയതൊഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് എല്ലാ റമദാൻ കാലത്തും മുടങ്ങാതെ നോമ്പെടുക്കും. ജീവിതകാലം മുഴുവനും നോമ്പെടുക്കാനും ഇഫ്താർ സംഘടിപ്പിക്കാനുമാണ് പ്രഭാകരന്റെ തീരുമാനം. 24 തിരൂർ.